ബിഗ് ബോസ് മലയാളം സീസൺ 7 ബന്ധപ്പെട്ടുകൊണ്ട് 10ാം ആഴ്ചയിലെ നോമിനേഷൻ ലിസ്റ്റ് പ്രകാരമുള്ള വോട്ടിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അൺഒഫീഷ്യൽ വോട്ടിംഗ് സൈറ്റുകളുടെ അടിസ്ഥാനത്തിൽ ലൈവ് വോട്ടിംഗ് റിസൾട്ട് നമുക്ക് നോക്കാം. വോട്ടിംഗ് തുടങ്ങി 1ാം സ്ഥാനം പിടിച്ചടക്കിയതിനു ശേഷം അത് ആർക്കും വിട്ടുകൊടുക്കാതെ അനീഷ് സ്വന്തമാക്കി വെച്ചിരിക്കുകയാണ്. അനീഷിൽ നിന്നും ആ ഒരു 1ാം സ്ഥാനം പിടിച്ചു വാങ്ങാനായിട്ട് ആർക്കും ഇതുവരെ സാധിച്ചിട്ടില്ല. അടുത്തതായിട്ട് 2ാം സ്ഥാനത്തേക്ക് വന്നിരിക്കുന്നത് അനുമോളാണ്. അനുമോൾക്ക് ഒരുപാടധികം വോട്ടുകൾ ഈ കഴിഞ്ഞ കുറച്ച് സമയത്തിനുള്ളിൽ നേടിയെടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് 3ാം സ്ഥാനത്ത് നിൽക്കുന്നത് ഷാനവാസാണ്. ഷാനവാസിനും ഈ കഴിഞ്ഞ കുറച്ച് സമയങ്ങളായിട്ട് ഒരുപാടധികം വോട്ടുകൾ നേടിയെടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് 4ാം സ്ഥാനത്ത് നിൽക്കുന്നത് അക്ബർ ഖാനാണ്. അക്ബർ ഖാനും വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ വോട്ടും കാര്യങ്ങളൊക്കെ കിട്ടി വരുന്നുണ്ട്. അടുത്തതായിട്ട് 5ാം സ്ഥാനത്ത് നിൽക്കുന്നത് വേദലക്ഷ്മിയാണ്. വേദലക്ഷ്മി ഏറ്റവും അവസാനത്തേക്ക് പിന്തള്ളപ്പെട്ടൊരു കണ്ടസ്റ്റന്റ് ആയിരുന്നു. ഈ ഒരു സമയത്ത് ഒരു 5ാം സ്ഥാനം നേടിയെടുക്കാനായിട്ട് വേദലക്ഷ്മിക്ക് സാധിച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് 6ാം സ്ഥാനത്തേക്ക് വന്നിരിക്കുന്നത് സാബുമാൻ ആണ്. സാബുമാനും ഈ പറയുന്ന കുറച്ച് സമയത്തിനുള്ളിൽ കുറച്ചധികം വോട്ടുകളൊക്കെ നേടിയെടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് 7ാം സ്ഥാനത്ത് നിൽക്കുന്നത് നെവിനാണ്. നെവിനും ഈ കഴിഞ്ഞ കുറച്ച് സമയത്തിനുള്ളിൽ അത്യാവശ്യം വോട്ടുകളൊക്കെ നേടിയെടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. എന്തുണ്ടെങ്കിൽ തന്നെ ഒരു സേഫ് സോൺ എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. അടുത്തതായിട്ട് 8ാം സ്ഥാനത്തേക്ക് ഈ ഒരു ആഴ്ച പുറത്തു പോകുമെന്ന് ഏകദേശം ഉറപ്പായ ഒരു കണ്ടസ്റ്റൻ്റാണ് ബിന്നി സെബാസ്റ്റ്യൻ. ബിന്നി സെബാസ്റ്റ്യൻ വോട്ടും കാര്യങ്ങളൊന്നും ഒട്ടും അങ്ങോട്ട് കയറുന്നില്ല. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ബിഗ് ബോസ് മലയാളം സീസൺ 7 10ാം ആഴ്ച എത്തിയിരിക്കുകയാണ്. ഈ ഒരു സമയത്ത് ബിഗ് ബോസ് ഹൗസിൽ ഏറ്റവും അധികം കോണ്ടന്റ് കൊടുക്കുന്നതും ഗെയിം കളിക്കുന്നതുമായിട്ടുള്ള കണ്ടസ്റ്റൻറ്റിനെ നോക്കിയിട്ട് നിങ്ങൾ എന്തായാലും അവർക്കൊക്കെ വോട്ട് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള കണ്ടസ്റ്റൻസിന് ഈ പറയുന്ന ഓൺലൈൻ മീഡിയാസിലും നമ്മുടെ യൂട്യൂബിലെ കമ്മ്യൂണിറ്റി പോളുകളിലും അൺഒഫീഷ്യൽ വോട്ടിംഗ് അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ അവരുടെ സപ്പോർട്ടുകൾ അറിയിച്ചിട്ട് അവർക്ക് അതുകൊണ്ട് യാതൊരു പ്രയോജനവും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ കൃത്യമായിട്ട് ജിയോ ഹോട്ട്സ്റ്റാറിൽ കയറിയിട്ട് നിങ്ങളുടെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള കണ്ടസ്റ്റൻറ്റിന് വോട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അല്ലെങ്കിൽ അവർ ആ ഒരു ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്താക്കപ്പെടുന്നതായിരിക്കും. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ബിഗ് ബോസ് മലയാളം സീസൺ 7 അൺഒഫീഷ്യൽ വോട്ടിംഗ് സ്റ്റാറ്റസിനും ലൈവ് അപ്ഡേറ്റ്സിനുമായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്